Hello dear students, welcome to another online class. We are discussing the first chapter of plus 1 accounting. The name of chapter is Introduction to Accounting. This is our 6th class. Today we are discussing new topic, basic terms in accounting. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പല ടേംസുണ്ട്, പദങ്ങളുണ്ട്. ആ പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. 3-4 ക്ലാസ്സുകൾ ചിലപ്പോൾ ഈ ടേംസ് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായി വരാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടേം എന്താണ്? എൻറ്റിറ്റി. എൻറ്റിറ്റി എന്നാൽ എന്താണ്? എൻറ്റിറ്റിയുടെ മലയാളം അർത്ഥം അസ്തിത്വം എന്നാണ്. അസ്തിത്വം എന്താണ്? അസ്തിത്വം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ വേറിട്ട് നിലനിൽപ്പുള്ള ഏതൊരു സംഭവത്തെയും എൻറ്റിറ്റി അല്ലെങ്കിൽ അസ്തിത്വം എന്നാണ് പറയുന്നത്. നിയമത്തിൻ്റെ മുന്നിൽ വേറിട്ട നിലനിൽപ്പുള്ള ഏതൊരു സംഭവത്തെയും എൻറ്റിറ്റി അല്ലെങ്കിൽ അസ്തിത്വം എന്നാണ് പറയുന്നത്. എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഈസ് കാൾഡ് എൻറ്റിറ്റി. എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഈസ് കാൾഡ് എൻറ്റിറ്റി. സ്വതന്ത്രമായ നിലനിൽപ്പോടുകൂടിയ ലോകത്തുള്ള എന്തിനേയും അസ്തിത്വം എന്നാണ് പറയുന്നത്. ഇവിടെ എൻറ്റിറ്റി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ബിസിനസ് എൻറ്റിറ്റിയെയാണ്. ബിസിനസ് അസ്തിത്വത്തെയാണ് ഇവിടെ നമ്മൾ എൻറ്റിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉടമസ്ഥനിൽ നിന്നും വേറിട്ട നിലനിൽപ്പുള്ളതിനാലും പ്രത്യേകമായി തിരിച്ചറിയപ്പെടാൻ കഴിയുന്നതിനാലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അസ്തിത്വങ്ങൾ ഉണ്ട്. ബിസിനസ് സംരംഭങ്ങൾക്ക് ഉടമസ്ഥനിൽ നിന്നും വേറിട്ട നിലനിൽപ്പുള്ളതിനാലും പ്രത്യേകമായി തിരിച്ചറിയപ്പെടാൻ കഴിയുന്നതിനാലും വ്യാപാര സ്ഥാപനങ്ങൾക്ക്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ അസ്തിത്വമുണ്ട്. അതായത് ഉടമസ്ഥനിൽ നിന്നും വേറിട്ട ഒരു നിലനിൽപ്പ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണ്ട്. ഓക്കെ. സൂപ്പർ ബസാർ, ജ്വല്ലറി, കമ്പനി എന്നിവ പ്രത്യേകം നിലനിൽപ്പുള്ള ഓരോ സ്ഥാപനങ്ങളാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ നിലനിൽപ്പോടുകൂടിയ എന്തിനേയും നമ്മൾക്ക് അസ്തിത്വം എന്ന് പറയാം. സ്വതന്ത്രമായ നിലനിൽപ്പോടുകൂടിയ ലോകത്തുള്ള എന്തിനേയും അസ്തിത്വം എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: ബിസിനസ് എൻ്റർപ്രൈസ്, വ്യാപാര സ്ഥാപനം, എംപ്ലോയി, തൊഴിലാളി, സ്റ്റുഡൻറ്റ്, അക്കൗണ്ട്, വൗച്ചർ മുതലായവ എൻറ്റിറ്റിയുടെ എക്സാമ്പിളാണ്. അടുത്തത് ട്രാൻസാക്ഷൻ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ധാരാളം പ്രാവശ്യം ട്രാൻസാക്ഷൻ എന്ന പദം കയറി വന്നിട്ടുണ്ട്. എന്താണ് ട്രാൻസാക്ഷൻ? ഇടപാടുകൾ എന്നാൽ എന്താണ്? എന്തിനെയാണ് നമ്മൾ ഇടപാടുകൾ എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ ഈസ് ആൻ ഇവൻറ്റ് ഓർ എ ബിസിനസ് ആക്ടിവിറ്റി which involves the exchange of money or things of value between two or more persons. It is an event or a business activity which involves the exchange of money or things of value between two or more persons or entities. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ പണത്തിൻ്റെയോ അല്ലെങ്കിൽ മൂല്യമുള്ള സാധനങ്ങളുടെയോ കൈമാറ്റം അല്ലെങ്കിൽ വിനിമയം ഉൾപ്പെടുന്ന ഒരു വ്യാപാര പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇടപാട്. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ പണത്തിൻ്റെയോ
അല്ലെങ്കിൽ മൂല്യമുള്ള സാധനങ്ങളുടെയോ കൈമാറ്റം അല്ലെങ്കിൽ വിനിമയം ഉൾപ്പെടുന്ന ഒരു വ്യാപാര പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇടപാട്. രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ പണത്തിൻ്റെയോ അല്ലെങ്കിൽ മൂല്യമുള്ള സാധനങ്ങളുടെയോ കൈമാറ്റം അല്ലെങ്കിൽ വിനിമയം ഉൾപ്പെടുന്ന ഒരു വ്യാപാര പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇടപാട്. അല്ലെങ്കിൽ മറ്റൊരു ആൻസർ കൂടി പറയാം നമുക്ക്. when a thing of value is exchanged between two parties, it is called transaction. when a thing of value is exchanged between two parties, it is called transaction. മൂല്യമുള്ള ഒരു സാധനം രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. വിലയുള്ള ഒരു സാധനം രണ്ടു കക്ഷികൾക്കിടയിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെയാണ് ഇടപാട് എന്ന് പറയുന്നത്. കച്ചവട സ്ഥാപനത്തിൽ ഇടപാട് നടക്കുന്നു. 1 കിലോ പഞ്ചസാര വാങ്ങുകയാണെങ്കിൽ 39 രൂപ വിലയുള്ള 1 കിലോ പഞ്ചസാര വിൽപ്പനക്കാരനും വാങ്ങുന്ന വ്യക്തിക്കുമിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് ഇടപാട് എന്ന് പറയാം. നിങ്ങൾ ഒരു കടയിൽ പോയി 5 രൂപയുടെ ഒരു പേന വാങ്ങി. അങ്ങനെയാണെങ്കിൽ 5 രൂപ വിലയുള്ള ഒരു പേന വിൽപ്പനക്കാരനും നിങ്ങൾക്കുമിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതിനെ നമ്മൾക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം. മൂല്യമുള്ള ഒരു സാധനം രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എങ്കിൽ അതിനെയാണ് ഇടപാട് എന്ന് പറയുന്നത്. ഇടപാടുകളുടെ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. ഏതെല്ലാമാണ് ഇടപാടുകളുടെ എക്സാമ്പിൾ? ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ: സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹1 lakh. 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലോടുകൂടി, മൂലധനത്തോടുകൂടി ബിസിനസ് സ്ഥാപനം ആരംഭിച്ചു. 1 ലക്ഷം രൂപ ക്യാപിറ്റലോടുകൂടി സ്ഥാപനം ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ഉടമസ്ഥനും ബിസിനസ്സിനുമിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ഉടമസ്ഥനും വ്യാപാര സ്ഥാപനവും 2 എൻറ്റിറ്റിയാണ്. സ്വതന്ത്രമായ നിലനിൽപ്പുള്ള 2 അസ്തിത്വങ്ങളാണ് ബിസിനസ്സും ഉടമസ്ഥനും. അതുകൊണ്ട് ഈ കക്ഷികൾക്കിടയിൽ 1 ലക്ഷം രൂപ വിനിമയം ചെയ്യപ്പെട്ടു. ഇതിനെ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 30,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 30,000. 30,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 30,000 രൂപ വിലയുള്ള സാധനം 2 കക്ഷികൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. സോൾഡ് ഗുഡ്സ് ഫോർ ₹15,000. 15,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. 15,000 രൂപ വിലയുള്ള സാധനങ്ങൾ 2 കക്ഷികൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. പെയ്ഡ് സാലറി 5,000. 5,000 രൂപ 2 കക്ഷികൾക്കിടയിൽ വിനിമയം ചെയ്യപ്പെട്ടു, കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതിന് നമ്മൾക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷനുകളുണ്ട്? ട്രാൻസാക്ഷൻ്റെ ടൈപ്സ് ഏതെല്ലാം? ദർ ആർ 3 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ. 3 തരത്തിലുള്ള ഇടപാടുകളുണ്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ഏതെല്ലാമാണ് ഈ 3 തരങ്ങൾ? 1, ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് ഇടപാട് അല്ലെങ്കിൽ റൊക്കം ഇടപാട്. 2, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടമിടപാട്. കടം ഇടപാട്. 3, ബാർട്ടർ ട്രാൻസാക്ഷൻ, ബാർട്ടർ ഇടപാട്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഇടപാടുകളാണ് നടക്കാറ്. 1, ക്യാഷ് ഇടപാട് അല്ലെങ്കിൽ റൊക്കം ഇടപാട്. 2, കടമിടപാട്. 3, ബാർട്ടർ ഇടപാട്. ഈ 3 തരങ്ങളും നമ്മൾക്ക് വിശദമായി നോക്കാം. എന്താണ് ക്യാഷ് ഇടപാട്? വാട്ട് ഈസ് ക്യാഷ് ട്രാൻസാക്ഷൻ? Transaction involving immediate receipt or payment of money is called cash transaction. Transaction involving immediate receipt or payment of money is called cash transaction. ഉടനടിയുള്ള പണത്തിൻ്റെ സ്വീകരിക്കലും നൽകലും ഉൾപ്പെടുന്ന ഇടപാടിനെയാണ് ക്യാഷ് ഇടപാട് അല്ലെങ്കിൽ റൊക്കം ഇടപാട് എന്ന് പറയുന്നത്. ഉടനടിയുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള പണത്തിൻ്റെ സ്വീകരിക്കലും നൽകലും ഉൾപ്പെടുന്ന ഇടപാടിനെയാണ് ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത്. ഉദാഹരണം: പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി.
ഓക്കെ, നമ്മളൊരു കടയിൽ കയറി 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി, ആ വാങ്ങുന്ന സമയം തന്നെ നമ്മൾ 10,000 രൂപ വിൽപ്പനക്കാരന് കൈമാറ്റം ചെയ്തു. സാധനങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ആ സമയം തന്നെ നമ്മൾ അതിൻ്റെ പ്രതിഫലം കച്ചവടക്കാരന് നൽകി. ഓക്കെ, ഇങ്ങനെ വരുന്ന ഇടപാടിനെയാണ് നമ്മൾ ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത്. ഒരു ഇടപാടിനുള്ള പണം നൽകൽ ഉടനടി നടക്കുന്നു എങ്കിൽ അതിനെയാണ് ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മൊബൈൽ വാങ്ങുന്ന സമയം തന്നെ അതിൻ്റെ പണം നമ്മൾ വിൽപ്പനക്കാരന് നൽകുന്നു എങ്കിൽ അതിനെയാണ് ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത്. 10 കിലോ അരി നമ്മൾ വാങ്ങുന്ന സമയം തന്നെ അതിൻ്റെ പണം നമ്മൾ വിൽപ്പനക്കാരന് നൽകുന്നു എങ്കിൽ അതിനെ ക്യാഷ് ഇടപാട് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഒരു കെട്ട് പയറ് കച്ചവടക്കാരന് വിൽക്കുന്ന സമയം തന്നെ നമ്മൾക്ക് പണം കിട്ടുന്നുവെങ്കിൽ അതിനെ നമ്മൾക്ക് ക്യാഷ് ഇടപാട് എന്ന് പറയാം. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന സമയം തന്നെ നമ്മൾക്ക് പണം കിട്ടി എന്ന് മനസ്സിലാക്കാം. പെയ്ഡ് സാലറി, ശമ്പളം നൽകി 2,500 രൂപ, ഇതെല്ലാം ക്യാഷ് ഇടപാടാണ്. എന്താണ് ക്യാഷ് ഇടപാട്? പണത്തിൻ്റെ ഉടനടിയുള്ള സ്വീകരിക്കലും നൽകലും ഉൾപ്പെടുന്ന ഇടപാടിനെയാണ് ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത്. അടുത്തത് കടമിടപാട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ്റെ നേരെ എതിരായിട്ട് വരുന്നതാണ് കടമിടപാട്. ഇഫ് ദ പേയ്മെൻറ്റ് ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റ്പോൺഡ് ടു ഫ്യൂച്ചർ, it is called a credit transaction. If the payment for a transaction is postponed to future, it is called a credit transaction. ഇടപാടിനുള്ള പണം നൽകൽ ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നുവെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇടപാടിനുള്ള പേയ്മെൻറ്റ്, പണം നൽകൽ ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നു എങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇടപാടിനുള്ള പണം നൽകൽ ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നു. 5 രൂപയുടെ പേന വാങ്ങുന്ന സമയം നമ്മൾ പണം കൊടുക്കുന്നില്ല, നമ്മളത് വാങ്ങിപ്പോരുന്നു, പണം കൊടുക്കുന്നില്ല എങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഒരു കെട്ട് പയറുമായി നമ്മൾ കച്ചവടക്കാരനെ സമീപിച്ചു, അയാൾ പയറ് തൂക്കി അവിടെ എടുത്തു വെച്ചു, പണം നമ്മൾക്ക് തരുന്നില്ല, അങ്ങനെയെങ്കിൽ അതിന് നമ്മൾക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഒരു ഇടപാടിനുള്ള പണം നൽകൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയം സംഭവിക്കുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇടപാടിനുള്ള പണം നൽകൽ ഭാവിയിലായിരിക്കും നടക്കുക. ഉദാഹരണം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. റൊക്കമായി വാങ്ങുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷിന് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ഓൺ ക്രെഡിറ്റ്, കടത്തിന് രാഹുലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ഓക്കെ, അപ്പോൾ രാഹുലിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങി, പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ 10,000 രൂപ കൊടുത്തിട്ടില്ല. ഈ പണം കൊടുക്കുന്നതെന്നാണ്? അത് ഭാവിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 10,000 രൂപയുടെ ഇടപാടിന്മേലുള്ള പണം നൽകൽ ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നു. ഇതിനെ നമ്മൾക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. മറ്റൊന്ന്, സോൾഡ് ഗുഡ്സ് ടു പ്രേം ₹5,000. 5,000 രൂപയുടെ സാധനങ്ങൾ പ്രേമിന് നമ്മൾ വിറ്റു. പ്രേമിന് വിറ്റ ആ സാധനത്തിൻ്റെ പണം നൽകൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഈ സമയം പണം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഒരു ഇടപാടിനുള്ള പണം നൽകൽ ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നുവെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബാർട്ടർ ട്രാൻസാക്ഷൻ. എന്താണ് ബാർട്ടർ ട്രാൻസാക്ഷൻ? When goods or service is exchanged for another goods or service, it is called a barter transaction. When goods or service is exchanged for another goods or service, it is called a barter transaction. സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മറ്റ് സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ
മറ്റു സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. കൃഷി നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ കടയുടെ മുൻപിലൊക്കെ നിൽക്കുന്ന സമയം കൃഷിക്കാരൻ ചിലപ്പോൾ ഒരു 10 കിലോ പയറുമായിട്ട് കടയിലേക്ക് വരുന്നതായി കാണാം. ആ 10 കിലോ പയർ അദ്ദേഹം കച്ചവടക്കാരന് വിറ്റു. അതിന് പണം മേടിക്കുന്നതിന് പകരമായി അദ്ദേഹം അതിന് തുല്യമായ അരി മേടിച്ചു കൊണ്ടുപോകുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പയറിന് പകരം കൈമാറ്റം ചെയ്യുന്നത് അരിയാണ്. ഓക്കെ, ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം മറ്റൊരു സാധനം കൈമാറ്റം ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കച്ചവടക്കാരന് പാല് കൊടുക്കുന്നു. ഓക്കെ, അതിന് പകരമായി ആ പാലിൻ്റെ തുകയ്ക്ക് തുല്യമായ കാലിത്തീറ്റ അദ്ദേഹം വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ പാലിന് പകരം കാലിത്തീറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മറ്റൊരു സാധനമോ സേവനത്തിനോ വേണ്ടി കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മറ്റു സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസാക്ഷനുകളാണ് ഉള്ളത്. 1 റൊക്കമിടപാട് അല്ലെങ്കിൽ ക്യാഷ് ഇടപാട്, 2 കടമിടപാട്, 3 ബാർട്ടർ ഇടപാട്. ഇനി എന്താണ് ഇവന്റ്? ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവം. It is the end result of transaction. It is the end result of transactions. ഇടപാടുകളുടെ അന്തിമ ഫലങ്ങളാണ് സംഭവങ്ങൾ. ഇടപാടുകളുടെ അന്തിമ ഫലങ്ങളാണ് സംഭവങ്ങൾ. ഉദാഹരണം ഒന്ന് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ: പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000 രൂപ ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. സോൾഡ് 50% ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹20,000. വാങ്ങിയ സാധനങ്ങളുടെ 50% 20,000 രൂപ ക്യാഷിന് വിറ്റു. വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 10,000 രൂപയ്ക്കാണ് വാങ്ങിയത്. ആ വാങ്ങിയതിൻ്റെ 50% നമ്മൾ 20,000 രൂപയ്ക്ക് വിറ്റു എന്നാണ്. ഈ ഇടപാടുകളുടെ അന്തിമ ഫലം എന്താണ്? 15,000 രൂപ ലാഭമാണ്. എങ്ങനെയാണ് 15,000 രൂപ ലാഭം കിട്ടിയത്? വിൽപ്പന നടത്തിയത് 20,000 രൂപ. ഓക്കെ, വിൽപ്പന വരുമാനം 20,000. എന്താണ് വിറ്റ സാധനത്തിൻ്റെ ചെലവെന്ത്? 10,000 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. ആ 10,000 രൂപ വിലയുള്ള സാധനങ്ങളിൽ എത്ര ശതമാനമാണ് നമ്മൾ വിറ്റത്? വാങ്ങിയ സാധനങ്ങളുടെ 50% വിറ്റു. വാങ്ങിയ സാധനം എത്രയാണ്? 10,000. 10,000ൻ്റെ 50% എത്ര? 5,000. ഓക്കെ, അപ്പോൾ 20,000-ൽ നിന്ന് 5,000 പോയാൽ കിട്ടുന്ന തുക എത്ര? 15,000. ഈ 15,000 ഇവിടെ ഇവൻ്റായിട്ട് വരുന്നത്. ഈ ട്രാൻസാക്ഷനുകളുടെ അന്തിമ ഫലമായി വരുന്നത് ലാഭം 15,000. അതുപോലെ മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിൽ വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. വിൽക്കാത്ത സാധനങ്ങൾ എത്രയാ? 50% വിറ്റു, 50% വിൽക്കാത്തത് അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 5,000. ഓക്കെ, അപ്പോൾ എന്താണ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ? ഇടപാടുകളുടെ അന്തിമ ഫലമാണ് സംഭവങ്ങൾ. ഇടപാടുകളുടെ അന്തിമ ഫലങ്ങളാണ് സംഭവങ്ങൾ. നെക്സ്റ്റ്, അസെറ്റ്സ്. അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസ്തികൾ. ആസ്തികൾ എന്താണ്? ആസ്തികൾ things of value owned by business in its operation is called assets. Things of value owned by business in its operation is called assets. വ്യാപാര സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കിയ മൂല്യമുള്ള അല്ലെങ്കിൽ വിലയുള്ള വസ്തുക്കളാണ് ആസ്തികൾ.
വ്യാപാര സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കിയ മൂല്യമുള്ള വസ്തുക്കളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. എന്താണ് ആസ്തികൾ? തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഈസ് കാൾഡ് അസെറ്റ്സ്. വ്യാപാര സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കിയ മൂല്യമുള്ള വസ്തുക്കളെയാണ് ആസ്തി എന്ന് പറയുന്നത്. വ്യാപാര സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കിയ മൂല്യമുള്ള അല്ലെങ്കിൽ വിലയുള്ള വസ്തുക്കളെയാണ് ആസ്തി എന്ന് പറയുന്നത്. അസറ്റ്സ് പ്രൊവൈഡ് എക്കണോമിക് ബെനഫിറ്റ് ടു ദ ബിസിനസ് എൻ്റർപ്രൈസ്. അസറ്റ്സ് പ്രൊവൈഡ് എക്കണോമിക് ബെനഫിറ്റ് ടു ദി ബിസിനസ് എൻ്റർപ്രൈസ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇവ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. ആസ്തികൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആസ്തികൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. ആസ്തികൾ സാധാരണമായി പ്രത്യക്ഷപ്പെടുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്. അസറ്റ്സ് അപ്പിയർ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ആസ്തികൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രത്യക്ഷപ്പെടുന്നു. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആസ്തികൾ പ്രത്യക്ഷപ്പെടുന്നു. ഏതെല്ലാമാണ് ആസ്തികൾ? ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികൾ ഏതൊക്കെയായിരിക്കാം? ധാരാളം ആസ്തികളുണ്ട്. നമ്മൾ സ്വന്തമാക്കിയത്, നമ്മളൊരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ചിലപ്പോൾ 10 സെൻറ്റ് ഭൂമി വാങ്ങാം. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്നത് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന വസ്തുവാണ്. ബിൽഡിംഗ് വെക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ബിൽഡിംഗ് നമ്മൾ സ്വന്തമാക്കിയ ആസ്തിയാണ്. മിഷനറി വാങ്ങാം, ഫർണിച്ചർ വാങ്ങാം, കമ്പ്യൂട്ടർ വാങ്ങാം, ടൈപ്പ് റൈറ്റർ വാങ്ങാം, അതുപോലെ വെഹിക്കിൾ വാങ്ങാം. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് ആസ്തിയാണ്. നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ പറയുന്ന പേര് ആസ്തികൾ എന്നാണ്. ഈ ആസ്തികളെ നമ്മൾക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫിക്സഡ് അസറ്റ്സ്, രണ്ട് കറണ്ട് അസറ്റ്സ്. ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്ഥിര ആസ്തികളെന്നും രണ്ട് ഹ്രസ്വകാല ആസ്തികളെന്നും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തികൾ. രണ്ട് കറണ്ട് അസറ്റ്, ഹ്രസ്വകാല ആസ്തികൾ. ഹ്രസ്വകാല ആസ്തികൾ. ഇവ ഓരോന്നും നമ്മൾക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ്? അസറ്റ്സ് അക്വയർഡ് ഫോർ ലോങ് പീരിയഡ്സ് for carrying on business are called fixed assets. Assets acquired for long period for carrying on business are called fixed assets. സ്ഥാപനം നടത്തുന്നതിന് ദീർഘകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് ഫിക്സഡ് അസറ്റ്സ്. വ്യാപാര സ്ഥാപനം നടത്തുന്നതിന് ദീർഘകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് ഫിക്സഡ് അസറ്റ്സ്. ഏതൊക്കെയായിരിക്കും? സ്ഥാപനം നടത്താൻ വേണ്ടി ദീർഘകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികൾ ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ, വെഹിക്കിൾ, കമ്പ്യൂട്ടർ. ഇതെല്ലാം തന്നെ ഫിക്സഡ് അസറ്റാണ്. സ്ഥിര ആസ്തികൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ദൈർഘ്യമേറിയ കാലയളവിലേക്ക് സ്ഥാപനം വാങ്ങിയ ആസ്തികളാണ്. ദ ഹെൽപ്പ് ഇൻ ജനറേഷൻ ഓഫ് ഇൻകം. വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി ഫിക്സഡ് അസറ്റുകൾ വ്യാപാര സ്ഥാപനത്തെ സഹായിക്കുന്നു. വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി ബിസിനസ് സ്ഥാപനത്തെ ഫിക്സഡ് അസറ്റുകൾ സഹായിക്കുന്നു. ഏതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ? ദൈർഘ്യമേറിയ കാലയളവിലേക്ക് ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികൾ ഏതെല്ലാമാണ്? ഒന്ന് ലാൻഡ്, ഭൂമി. ഓക്കെ. ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറികൾ, വെഹിക്കിൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടർ മുതലായവ ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിളുകളാണ്. ദൈർഘ്യമേറിയ കാലയളവിലേക്ക്
വ്യാപാര സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി സ്വന്തമാക്കിയ ആസ്തികളുടെ ഉദാഹരണങ്ങളാണ് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറീസ്, വെഹിക്കിൾ, കമ്പ്യൂട്ടർ മുതലായവ. ഇപ്പം നമ്മുടെ വീട് തന്നെ നോക്കുക. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആസ്തികളുണ്ട്. നമ്മൾ വാങ്ങിവെച്ച ആസ്തികൾ, നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വാങ്ങിയ ആസ്തികൾ, അങ്ങനെയുള്ള ആസ്തികൾക്ക് നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. അങ്ങനെയുള്ള ആസ്തികളെ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വാങ്ങിവെച്ച ആസ്തികളുണ്ട്. അവയും നമുക്ക് എന്ത് വിളിക്കാം? ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കാം. ഇനി എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ്, ഹ്രസ്വകാല ആസ്തികൾ എന്നാൽ എന്താണ്? Assets acquired for short period which can be converted into cash within 1 year are called current assets. Assets acquired for short period which can be converted into cash within 1 year are called current asset. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ഹ്രസ്വകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് ഹ്രസ്വകാല ആസ്തികൾ. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ഹ്രസ്വകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഹ്രസ്വകാല ആസ്തികൾ. അപ്പോൾ കറണ്ട് അസറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റും. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികൾക്ക് പറയുന്ന പേരാണ് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഹ്രസ്വകാല ആസ്തികൾ. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ് ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികൾ? അതിൽ വന്ന എക്സാമ്പിൾ ഇതൊക്കെയാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള പണം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പണം തരാനുള്ള ആളുകൾ. കടമായി സാധനങ്ങൾ വാങ്ങുന്നത് വഴി ബിസിനസ് സ്ഥാപനത്തിന് പണം തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിൽസ് റിസീവബിൾ, പണം ലഭിക്കേണ്ടതായ ബിൽ. ഇതൊക്കെ പിന്നീട് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഡെപ്റ്റേഴ്സ് ഇതൊക്കെ വിശദമായി പിന്നീട് ചർച്ച ചെയ്യും. സ്റ്റോക്ക്, വിൽക്കാത്ത സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികൾക്ക് പറയുന്ന പേരാണ് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഹ്രസ്വകാല ആസ്തികൾ. അവയുടെ ചില എക്സാമ്പിളുകളാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, സ്റ്റോക്ക് മുതലായവ. ആസ്തികളെ രണ്ടായിട്ട് തരംതിരിച്ചു. സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് ഫിക്സഡ് അസറ്റ്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ഹ്രസ്വകാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് കറണ്ട് അസറ്റ്. ഇനി ഫിക്സഡ് അസറ്റുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഫിക്സഡ് അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഫിക്സഡ് അസറ്റുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇങ്ങനെ ഫിക്സഡ് അസറ്റുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്സ്. കാണാനും തൊടാനും സാധിക്കുന്ന ആസ്തികളാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് ആർ കാൾഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. കാണാനും തൊടാനും കഴിയുന്ന ആസ്തികളാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ദർശിക്കാനും സ്പർശിക്കാനും കഴിയുന്ന ആസ്തികളെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കുന്ന ആസ്തികളെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന ആസ്തികൾ? അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറീസ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, വെഹിക്കിൾ, ഇതെല്ലാം തന്നെ ടാഞ്ചിബിൾ അസറ്റാണ്. അത് കാണാം, അത് തൊടാം. ഓക്കെ, ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കുന്ന ആസ്തികളാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ആൻഡ് ടച്ച്ഡ് ആർ കാൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്.
ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കാത്ത ആസ്തികളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കാത്ത ആസ്തികളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കാത്ത ആസ്തികളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗുഡ്വിൽ, പ്രശസ്തി മൂല്യം. ഇതിൽ പറഞ്ഞ പല എക്സാമ്പിളുകളും പിന്നീട് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ബുക്കിൽ എഴുതി വെക്കുക. ഗുഡ്വിൽ, പ്രശസ്തി മൂല്യം. അല്ലെങ്കിൽ സൽപ്പേര്. പേറ്റന്റ് റൈറ്റ്, കണ്ടുപിടുത്തത്തിൻ്റെ കുത്തവകാശം. പേറ്റന്റ് റൈറ്റ്. കോപ്പിറൈറ്റ്, പകർപ്പവകാശം. ട്രേഡ് മാർക്ക്, കച്ചവട മുദ്ര. ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിളായിട്ട് വരിക. ഇത് പിന്നെ എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഫിക്സഡ് അസറ്റുകളെ നമ്മൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ടാഞ്ചിബിൾ അസറ്റ്സ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നും. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കുന്ന ആസ്തികളാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. എന്നാൽ ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കാത്ത ആസ്തികളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ആസ്തികളെ വീണ്ടും പല തരങ്ങളാക്കി നമുക്ക് വിഭജിക്കാൻ സാധിക്കും. അവയിൽ ചിലത് കൂടി നമ്മൾക്ക് നോക്കാം. ലിക്വിഡ് അസറ്റ്സ്. എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? Liquid asset is an asset which can be readily converted to cash. Liquid asset is an asset which can be readily converted to cash. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളാണ് ലിക്വിഡ് അസറ്റ്സ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തിയാണ് ലിക്വിഡ് അസറ്റ്. വളരെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തിക്ക് പറയുന്ന പേരാണ് ലിക്വിഡ് അസറ്റ്. എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. വളരെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തിയെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തിയാണ് ലിക്വിഡ് അസറ്റ്. നെക്സ്റ്റ്, വേസ്റ്റിംഗ് അസറ്റ്. Wasting asset is an asset which is exhausted due to continuous use. Wasting asset is an asset which is exhausted due to continuous use. സ്ഥിരമായ ഉപയോഗം കാരണം കൊണ്ട് ശോഷിക്കുന്ന, ചുരുങ്ങുന്ന ആസ്തികളാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. സ്ഥിരമായ ഉപയോഗം കൊണ്ട് ശോഷിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്ന ആസ്തിയാണ് വേസ്റ്റിംഗ് അസറ്റ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്? സ്ഥിരമായ ഉപയോഗം കാരണം കൊണ്ട് ശോഷിക്കുന്ന അല്ലെങ്കിൽ ചുരുങ്ങുന്ന ആസ്തിയാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉദാഹരണം, നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് ഗ്യാസ് ആൻഡ് ടിമ്പർ, മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽ, എക്സെട്ര. മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽ, ടിമ്പർ, ഗ്യാസ് മുതലായവ വേസ്റ്റിംഗ് അസറ്റാണ്. ഉപയോഗിക്കും തോറും അതിൻ്റെ വില കുറഞ്ഞു വരിക ചെയ്യാം. നിങ്ങൾ തന്നെ ആലോചിക്കുക, ക്വാറിയിൽ നിന്നും കല്ലുകൾ എടുക്കുന്നതിനനുസരിച്ച് അവയുടെ വില കുറഞ്ഞു വരും. ക്വാറിയിലെ മുഴുവൻ കല്ലുകളും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്തിയുടെ വില 0 ആകും. ക്വാറിയിൽ നിന്നും കല്ലെടുക്കും തോറും ആ ആസ്തിയുടെ വില കുറഞ്ഞു വരുന്നു. ഓയിൽ വെൽ, ഓയിൽ കിണറുകൾ, ആ ഓയിൽ കിണറിൽ നിന്നും ക്രൂഡ് ഓയിൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ആ ആസ്തിയുടെ വില കുറഞ്ഞു വരുന്നു. സ്ഥിരമായ ഉപയോഗം കാരണം കൊണ്ട് ശോഷിക്കുന്ന, ചുരുങ്ങുന്ന ആസ്തിയാണ് വേസ്റ്റിംഗ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇതൊക്കെ വളരെ വിശദമായി തുടർന്ന് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളതാണ്. എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്?
Assets which have no value but are shown in the books of account only for technical reasons are called fictitious assets. Assets which have no value but are shown in the books of accounts only for technical reasons are called fictitious assets. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ മൂല്യമില്ലാത്ത ആസ്തികളെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. വിലയില്ലാത്തതും എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അക്കൗണ്ട് ബുക്കുകളിൽ കാണിക്കുന്നതുമായ ആസ്തികളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. വിലയില്ലാത്തതും പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അക്കൗണ്ട് ബുക്കുകളിൽ കാണിക്കുന്നതുമായ ആസ്തികളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. വിലയില്ലാത്തതും പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അക്കൗണ്ട് ബുക്കുകളിൽ കാണിക്കുന്നതുമായ ആസ്തികളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രാരംഭ ചെലവുകൾ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ നൽകലിന്മേലുള്ള ഡിസ്കൗണ്ട്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഇതൊക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതുപോലെ എഴുതി വയ്ക്കുക. പിന്നീട് വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. 4 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. 1 എൻറ്റിറ്റി, 2 ട്രാൻസാക്ഷൻ, 3 ഇവൻ്റ്, 4 അസറ്റ്. ഇതിലുള്ള ഓരോ പോയിന്റും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, നന്നായിട്ട് വായിക്കുക. ഈ വീഡിയോ 2-3 പ്രാവശ്യം കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.